നമസ്കാരം. ഭൂമി നമ്മുടെ പെറ്റമ്മ, വാനമല്ലോ വളർത്തമ്മ, സ്വർണം വിതറുമീ അമ്മമാരുള്ളപ്പോൾ നമ്മൾ അനാഥരാണോ? 1978 ഇറങ്ങിയ മുദ്രമോതിര എന്ന സിനിമയിലെ മനോഹരമായ ഒരു ഗാനമാണിത്. ശ്രീകുമാരൻ തമ്പി എഴുതി ജയചന്ദ്രൻ സംഘവുമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എത്ര അർത്ഥവത്തായ ഒരു ഗാനമാണിത്. ഭൂമി നമ്മുടെ പെറ്റമ്മ. ഒരു കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം നൽകി വളർത്തി വലുതാക്കുന്നത് അമ്മയാണ്. അതുപോലെ തന്നെ ഭൂമി എന്ന അമ്മ മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടപ്പെട്ടതായി നൽകുന്നു. എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു മഹാ അത്ഭുതമാണ് ഭൂമി. 5 മഹാസമുദ്രങ്ങളും ആയിരക്കണക്കിന് പുഴകളും നദികളും തടാകങ്ങളും തോടുകളും കുളങ്ങളും അരുവികളും നീർച്ചാലുകളും എല്ലാമുള്ള അത്ഭുതഗ്രഹം. അതായത് ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളമാണെന്നർത്ഥം. ഇത്രയധികം വെള്ളം സംഭരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഭൂമി ഇത്ര ഉറപ്പിൽ നിൽക്കുന്നത്? അത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അത്ഭുതം തന്നെ. ജലമില്ലാത്ത ഭൂമിയെക്കുറിച്ച് നമ്മൾ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഹിമാലയം ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പർവ്വതങ്ങൾ, കരയിലും കടലിലുമുള്ള വലിയ വലിയ ഗർത്തങ്ങൾ, പസഫിക് സമുദ്രത്തിലെ 36,000 അടി ആഴമുള്ള മറൈൻ ട്രഞ്ച്, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എത്ര സവിശേഷതകളാണ് ഭൂമിക്കുള്ളത്. അങ്ങനെയുള്ള ഈ ഭൂമിയെ മനുഷ്യർ ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പണമുണ്ടാക്കുന്നതിനും തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി ഭൂമി നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാട് കയ്യേറി, മലകൾ കയ്യേറി റിസോർട്ടുകളും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നു. തണ്ണീർത്തടങ്ങൾ തോർത്ത് ഫ്ലാറ്റുകളും ഷോപ്പിംഗ് മാളുകളും പണിയുന്നു. ഇതുവഴി പക്ഷിമൃഗാദികളുടെ ആവാസവ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നു. മണ്ണ്, മണൽ, ക്വാറി മാഫിയകൾ യഥേഷ്ടം വലസുന്നു. ലക്ഷക്കണക്കിന് സസ്യങ്ങളും അതിൽ വസിക്കുന്ന സൂക്ഷ്മജീവികളും നശിപ്പിക്കപ്പെടുന്നു. ഈ ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നുള്ള ബോധം മനുഷ്യർ മറക്കുന്നു. പ്രകൃതിയെയും അതിൽ വസിക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ എത്രത്തോളം മനുഷ്യർ നശിപ്പിക്കുന്നുവോ അത്രത്തോളം മനുഷ്യന് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ നില തുടർന്നാൽ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിനൊക്കെയുള്ള പ്രധാന കാരണം ജനസംഖ്യയിലുണ്ടായ വലിയ വർധനമാണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൊണ്ടേയിരിക്കും.